സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. ചൂരൽമല ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിനെ. ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പുതുക്കിയ പട്ടിക പുറത്തുവിട്ടു. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടരുന്നു. ദുരന്തബാധിതരിൽ നിന്ന് വായ്പാ തിരിച്ചടവ് ഈടാക്കിയെന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നുവെന്ന് ജില്ലാ കളക്ടർ. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീം കോടതി. രാജ്യത്ത് പ്രതിഷേധം കനക്കുന്നു. ഐക്യദാർഢ്യവുമായി ഫുട്ബോൾ ആരാധകർ കൊൽക്കത്ത സ്റ്റേഡിയത്തിൽ. ആർജിക്കർ ആശുപത്രിയിൽ നിരോധനാജ്ഞ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF തന്നെയെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. UDFന് BJP സഹായം ലഭിച്ചുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് DYFI ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം ഇനാം പ്രഖ്യാപിച്ച് വടകര ബ്ലോക്ക് കമ്മിറ്റി. ജസ്നയുടെ തിരോധാനത്തിൽ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ തള്ളി ജസ്നയുടെ പിതാവും രംഗത്ത്. യുവതി പറഞ്ഞതിൽ വാസ്തവമില്ലെന്ന് പിതാവ്. ജസ്നയുടെ രൂപസാദൃശ്യമുള്ള ആരും ലോഡ്ജിൽ വന്നിട്ടില്ലെന്ന് ലോഡ്ജ് ഉടമ. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് റവന്യൂ വകുപ്പ്. ചട്ടലംഘനം നടത്തിയത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയെന്ന് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. അടിയന്തര നടപടിക്ക് കളക്ടറുടെ ശുപാർശ. ഉത്തർപ്രദേശിൽ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച് 10 മരണം, നിരവധി പേർക്ക് പരിക്ക്. അപകടം ബുലന്ദ്ഷഹറിൽ. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂളിലെ കർഷക ദിനാഘോഷം ശ്രദ്ധേയമായി. കർഷക ദിനത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും സന്നദ്ധ സേവകരും ചേർന്ന് സ്കൂളും പരിസരവും വൃത്തിയാക്കി. പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും കുട്ടികൾക്ക് നിർമ്മിച്ചു നൽകി. ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം സമഗ്ര പദ്ധതിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം. ഇന്റർനാഷണൽ ഉത്തരവാദിത്ത ടൂറിസം ചാപ്റ്റർ ഇന്ത്യ ഗോൾഡ് പുരസ്കാരമാണ് ലഭിച്ചത്. കൊൽക്കത്തയിലെ യുവ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ CBI അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വളരെ ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നും കുറ്റവാളിക്ക് കഠിനമായ ശിക്ഷ ലഭിക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശിലെ മീററ്റിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നു. 20 വയസ്സുകാരനായ പ്രതി പിടിയിൽ. കോട്ടയം ജില്ലാ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പൊതുജലാശയത്തിലെ മത്സ്യവിത്ത് നിക്ഷേപം പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ദീപലത അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ചേവായൂർ നെയ്ത്തുകുളങ്ങരയിൽ കാർ നിയന്ത്രണം വിട്ട് കിണറിലേക്ക് മറിഞ്ഞു. കാറിലെ യാത്രക്കാരനെ രക്ഷപ്പെടുത്തി. ചേവായൂർ AKVK റോഡിൽ രാധാകൃഷ്ണൻ ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഷെയ്ൻ നിഗത്തിനെ നായകനാക്കി വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത്. ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രത്തിന് ശേഷം ഷെയ്ൻ വീണ്ടും പ്രണയനായകനായി എത്തുന്ന ചിത്രമാണ് ഹാൽ. CPIM മുൻ തിരുവങ്ങാട് ലോക്കൽ സെക്രട്ടറിയും ട്രേഡ് യൂണിയൻ നേതാവും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന കുട്ടിമാക്കുൽ മഹേഷ് നിവാസിൽ MC ബാലൻ നിര്യാതനായി. ശവസംസ്കാരം ഇന്ന് വൈകിട്ട് കണ്ടിക്കൽ നിദ്രാതീരം വ്യാസ് ശ്മശാനത്തിൽ നടന്നു.
നിരവധി പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്ത് 262 പരാതികൾ തീർപ്പാക്കി. ഓൺലൈനായി ലഭിച്ച 208 പരാതികളിലും അനുകൂലമായ പരിഹാരം നൽകാൻ കഴിഞ്ഞെന്ന് മന്ത്രി MP രാജേഷ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാരിന്റെ അതിവേഗ ധനസഹായ വിതരണം 617 പേർക്ക് അടിയന്തര ധനസഹായമായ 10,000 രൂപ കൈമാറി. പെട്ടെന്ന് തന്നെ ധനസഹായം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ദുരിതബാധിതർ കൈരളി ന്യൂസിനോട്. ദുരന്തമേഖലയിൽ ഉടമസ്ഥർ നഷ്ടപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തി സർക്കാർ. കന്നുകാലികളെ താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റി സംരക്ഷണമൊരുക്കാൻ സർക്കാർ സംവിധാനം. വയനാട് വെള്ളാർമല സ്കൂളിനെ വീണ്ടെടുക്കാൻ കൈകോർത്ത് കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇതിനായി കപ്പയും മുളക് ചമ്മന്തിയും ഉണ്ടാക്കി വിതരണം ചെയ്ത് പണം കണ്ടെത്താൻ വിദ്യാർത്ഥികൾ. നാടൻ രുചികളും നാടൻ ഉൽപ്പന്നങ്ങളുമായി കോന്നി അരുവാപ്പുലം പഞ്ചായത്തിന്റെ കർഷക കഫേയിൽ ലഭിക്കുക കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന വിഭവങ്ങൾ. ഇന്ത്യ GCC വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് NK പ്രേമചന്ദ്രൻ MP. കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന നൈപുണ്യ വികസന പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ ലക്ഷ്യമിട്ട് ഇൻമെക് മഹാരാഷ്ട്ര. ട്രെയിൻ കേന്ദ്രീകരിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കവർച്ച നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കോട്ടയം റെയിൽവേ പോലീസ് പിടികൂടിയത് അസം സ്വദേശി മൈനുൾ ഹക്കിനെ. നവീകരിച്ച പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നാടിന് സമർപ്പിച്ചു. വികസന കുതിപ്പ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ ഇടത് ഭരണത്തിൽ. കേരളത്തിലും സ്മാർട്ട് ഫാമിംഗിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ഇതേറെ സഹായകമാകുമെന്നും മുഖ്യമന്ത്രി. തോമസ് വർഗീസിന്റെ ഹൃദയം ശിവന് മാറ്റിവെച്ചിട്ട് 1 പതിറ്റാണ്ട്. പെരുമ്പാവൂർ സ്വദേശി ശിവന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് മന്ത്രി KN ബാലഗോപാൽ. മതത്തിന്റെ രാഷ്ട്രീയ ദുരുപയോഗം ആപത്കരമായ സാഹചര്യം സൃഷ്ടിക്കുന്നതായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. കേരളത്തെ പിന്നോട്ട് വലിക്കുന്ന പ്രവണതകൾ വളർന്നുവരുന്നതായും MA ബേബി. വയനാട്ടിൽ DYFI നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണ ചെലവിലേക്ക് 1 ദിവസത്തെ വരുമാനം നൽകി എടച്ചേരി കളിയാംവെള്ളി ഭഗവതി ക്ഷേത്രം. ശാന്തിപിലാവിൽ ഇള്ളം ഉണ്ണി DYFI ജില്ലാ സെക്രട്ടറി PC ഷൈജുവിന് തുക കൈമാറി. വയനാടിനായി തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ കുഞ്ഞുങ്ങൾ 25,710 രൂപ കൈമാറി. തുക സമാഹരിച്ചത് ഫ്ളാഗ് ചലഞ്ചിലൂടെ. തുക കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം കൈമാറി യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ. കൈമാറിയത് 1 ലക്ഷം രൂപ. പഞ്ചായത്ത് ഓഫീസിനകത്ത് മാലിന്യം നിക്ഷേപിച്ചു. യുവാവ് അതിക്രമിച്ചു കയറി മാലിന്യം നിക്ഷേപിച്ചത് എറണാകുളം വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ. ഇയാൾക്കെതിരെ പരാതി നൽകി പഞ്ചായത്ത് സെക്രട്ടറി.
ജീവനക്കാരെ ഹോട്ടൽ മുറിയിൽ നുഴഞ്ഞുകയറിയ യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. ലണ്ടനിലെ എയർ ഇന്ത്യ ക്രൂ താമസിക്കുന്ന റാഡിസൺ റെഡ് ഹോട്ടലിൽ വെച്ചാണ് സംഭവം. സുരക്ഷയെക്കുറിച്ച് ഹോട്ടൽ അധികൃതരെ അറിയിച്ചിരുന്നില്ലെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് എയർ ഇന്ത്യ ജീവനക്കാർ. പശ്ചിമബംഗാളിൽ വീണ്ടും സ്ത്രീകൾക്കെതിരെ അക്രമം. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാമിൽ ബി.ജെ.പി. നേതാവ് യുവതിയെ നഗ്നയാക്കി മർദ്ദിച്ചു. നന്ദിഗ്രാം ബി.ജെ.പി. ബൂത്ത് പ്രസിഡന്റ് തപൻ ദാസ് ആണ് യുവതിയെ മർദ്ദിച്ചത്. മധ്യപ്രദേശ് മദ്രസ ബോർഡിന് കീഴിലെ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുസ്ലിം ഇതര വിദ്യാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തി ബി.ജെ.പി. സർക്കാർ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനമിറക്കിയത്. കൊൽക്കത്തയിലെ ആർ.ജി. കാർ മെഡിക്കൽ കോളേജിൽ യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം. രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ പദ്ധതി ആവിഷ്കരിച്ചു. രാത്രി കൂട്ടാളി എന്ന പേരിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഹരിയാനയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. എസ്.സി. വിഭാഗത്തിൽ സർക്കാർ ജോലികളിൽ 20% സംവരണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. വിഷയത്തിൽ പരാതി നൽകുമെന്ന് കോൺഗ്രസ്. രാജ്യത്ത് ഡോക്ടർമാർ പോലും സുരക്ഷിതരല്ലെന്ന് ദില്ലി നിർഭയയുടെ അമ്മ ആശാദേവി. കൊൽക്കത്തയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കൊലപ്പെടുത്തിയ കൊലയാളികളെ പിടികൂടുന്നതിൽ നിയമ സംവിധാനങ്ങൾക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നും ആശാദേവി. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി ഇടപാടിലെ അഴിമതി കേസിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഗവർണറുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും സിദ്ധരാമയ്യ. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതയെ തുടർന്ന് നിരോധനാജ്ഞ. ആക്രമണം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ. തമ്മിലടിച്ചത് ബാട്ടിയാനി ചോട്ടാ പ്രദേശത്തെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ. മാമ്പഴത്തിന്റെ കയറ്റുമതിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച ചൈന. 2022-23 വർഷങ്ങളിൽ തുടർച്ചയായി ചൈനയുടെ മാമ്പഴ കയറ്റുമതിക്ക് സംഭവിച്ചത് വലിയ കുതിപ്പ്. യുക്രൈൻ നഗരങ്ങളിൽ ആക്രമണം ശക്തമാക്കി റഷ്യ. വടക്കുകിഴക്കൻ യുക്രൈൻ നഗരമായ സുമിയിൽ മിസൈൽ ആക്രമണത്തിൽ വീടുകളും വാഹനങ്ങളും തകർന്നു. വൻ തീപിടുത്തവുമുണ്ടായി.